ഹായ് എവ്രി വൺ, ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ വ്ലോഗാണ്. സപ്പുവിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ഇഫ്താർ. സപ്പു എൻ്റെ കസിനാണ്. എൻ്റെ വാപ്പച്ചിക്ക് 6 സഹോദരങ്ങളാണ്. അതിലൊരാളുടെ മോളാണ് സപ്പു. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. സപ്പുവിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ്. നടന്നു പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ നേരെ കൊച്ചാടെ വീട്ടിൽ പോയി കസിനെയും കൊണ്ട് പോകാനാണ് പ്ലാൻ. ഞങ്ങളുടെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരേ വൈബിലുള്ളവരാണ്. കസിൻസ് മാത്രമല്ല, ഞങ്ങൾ കുഞ്ഞുമായും മാമിയും ഒക്കെ ഞങ്ങളുടെ വൈബിലുള്ളവരാണ്. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ ഞങ്ങൾ ബസ്സിൽ ഡാൻസ് കളിക്കുകയോ പാട്ടുപാടുകയോ ചെയ്താൽ ഒപ്പം ഞങ്ങളുടെ കുഞ്ഞുമായും കൂടാറുണ്ട്. കുഞ്ഞുമായും മാമിയും ഞങ്ങളുടെ അതേ വൈബിൽ തന്നെ നിന്ന് ഞങ്ങളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. റോട്ടിൽ ഞങ്ങളെ കാത്ത് കസിൻ നിൽപ്പുണ്ടായിരുന്നേ. അവളെയും കൂട്ടി നമ്മൾ 4 പേരും കൂടിയാണ് പോയത്. ഈ വീഡിയോസൊക്കെ എടുത്തത് അയാനാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ അയാനായിരുന്നു. ഇന്ന് ഫുള്ള് വീഡിയോസ് എടുത്തതും അവനാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞുമായും കൊച്ചായും വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നേരെ അകത്തൊന്നും കയറിയില്ല. കുറച്ച് നേരം പുറത്തുനിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് പിന്നെ ഞങ്ങളുടെ മീഫ് സെറ്റ് ചെയ്ത ഫിഷ് ടാങ്കാണ്. ഇതേപോലെ തന്നെ അവൻ ഒന്ന് ബാക്ക് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊച്ച വന്നു. കൊച്ചടുത്ത് കുറേ നേരം സംസാരിച്ച് പിന്നെയും ഞങ്ങൾ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നേ. ഇത് വാപ്പച്ചിയുടെ 4ാമത്തെ സഹോദരനാണ്. എൻ്റെ വാപ്പച്ചിക്ക് 5 സഹോദരന്മാരും 1 സഹോദരിയുമാണ്. അതിൽ 4ാമത്തതാണ് കൊച്ച. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറേ നേരം പുറത്തൊക്കെ നിന്നു. കൊച്ച നേരെ അകത്തോട്ട് തന്നെ പോയി. ഞങ്ങൾ കുറേ നേരം പുറത്ത് നിന്നതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് പോയി. നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പാച്ചു ഹെൻസുവിനെയും കൊണ്ടുവന്നത്. തീയെ ഇങ്ങനെ ഹെൻസുവിനെ തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നേ. ഹെൻസുവിന് പിന്നെ അറിയാത്തവർ അറിയുന്നവർ അങ്ങനെയൊന്നും ഇല്ലേ. അവൾ എല്ലാവരെയും നോക്കി ചിരിക്കുകയും എല്ലാവരെയും കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുവേ. ഇതാണ് മീഫ്. ഹെൻസുവിന് പിന്നെ അവനെ കണ്ടാൽ വേറെ ആരും വേണ്ടേ. എൻ്റെ കയ്യിലിരുന്ന കൊച്ചാണ്. അവനെ കണ്ടപ്പോഴേക്കും അവൻ്റെ അടുത്ത് ചാടി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം വീട്ടിലേക്ക് വന്നേ. വീട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരത്തിലൊപ്പം കൂടി ആൾ ഇടയ്ക്ക് തന്നത് വലിയൊരു പണിയായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞ് 2 പേരും കിടന്ന് ഉറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.